കോഴിക്കോട് ദീപകിന്റെ വീട് സന്ദർശിച്ച ശേഷം പി എസ് ശ്രീധരൻപിള്ള ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. തത്സമയം വെച്ച് അതിനെ ഒരു കഥയാക്കി സ്റ്റോറിയാക്കി ലോകമെമ്പാടും പ്രചരിപ്പിക്കുക, അതിലൂടെ കിട്ടുന്ന ഈ അത്യന്താധുനികമായ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്ന ആളുകൾ കേരളത്തിൽ അമിതമായി വർദ്ധിച്ചു വരികയാണ്. ഞാനതിലെ പുരുഷനോ സ്ത്രീയെന്നൊന്നും പറയുന്നില്ല. ഇതാണ് സ്ഥിതിയെങ്കിൽ ഒരു രാജ്യം എങ്ങോട്ട് പോകും, നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകും എന്നുള്ള അപകടം പതിയിരിക്കുന്നു. പക്ഷെ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, ഞാനിവിടെ വന്ന പോലീസ് മൊഴിയെടുക്കുമ്പോഴും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിചാരിതമായിട്ട് ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് പോകാം വിചാരിച്ച് വന്നതാണ്. പക്ഷെ അത് കണ്ട അവസരത്തിലാണ് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവത്തിൽ ഇവിടെ പോലീസ് എത്തിയത് 8:30-ക്കാണെന്നാണ് ഞാൻ എല്ലാവരും ചോദിക്കുന്നത്. ഞാനത് ചോദിച്ചതിന് പ്രത്യേക കാരണമുണ്ട്. എത്ര മണിക്കാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും പ്രകാരം ഒരാളുടെ ഫോണിൽ നിന്നാണ് ഞാൻ എടുത്തത്. ഇൻഫർമേഷൻസ് ടു പോലീസ് സ്റ്റേഷൻ, ഫസ്റ്റ് ഇതിനെപ്പറ്റി വിവരം ഈ പോലീസിൻ്റെ ശ്രദ്ധയിൽ വരുന്നത് എത്ര മണിക്കാണ്? 10:15-നാണ്. അവരെഴുതിയിരിക്കുന്ന റെക്കോർഡാണ്. ഞാനിപ്പോൾ ഒന്ന് കണ്ടതാണ്, ഇവരെന്നെ ഫോണിൽ കാണിച്ചതാണ്. ഞാൻ FIR കോപ്പി ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ 10:15 സംഭവം നടക്കുക. 10:15-നാണ് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ ദ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനു മുമ്പ് അവർക്ക് ആർക്കും ഇത് അറിയില്ല. ഇവർ പറയുന്ന 8:30 മണിക്ക് വിവരം അറിയിച്ചിട്ട് പോലീസ് വന്നു. അവരെന്താ ഒരു അസാധാരണ മരണം, തൂങ്ങി മരണം എന്നുള്ള നിലയ്ക്കാണ് പിന്നുള്ള രേഖകളെല്ലാം. ഇവരെല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഒന്നിൻ്റെ ഫലമായിട്ട് മനം നൊന്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ? അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡാണ്. അത് ഇപ്പോൾ 10 കൊല്ലം വരെയും മുമ്പ് 16 കൊല്ലം ജീവപര്യന്തം വരെയും തടവ് ശിക്ഷിക്കുന്ന ആത്മഹത്യക്ക് പ്രേരിപ്പിക്കാനിടയായ ഇമ്മീഡിയറ്റ് കോസ് എന്നാണ് പറയുക. ആ ഇമ്മീഡിയറ്റ് കോസ് എന്താ? ഇതല്ലേ? അത് ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു എന്ന് ഞാൻ അനുമാനിക്കുന്നു. എനിക്ക് പറയാം, ഞാൻ ആ റെക്കോർഡ് കണ്ട് ഇവർ കാണിച്ച FIR-ൻ്റെ ഫോട്ടോ കോപ്പി മാത്രം, അല്ല മൊബൈൽ ഫോണിലെ കോപ്പി മാത്രം കണ്ടുകൊണ്ടാണ് ഞാനീ പറയുന്നത്. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇൻക്വസ്റ്റിലുള്ള ആളുകളും ഇവരോടും എല്ലാം ചോദിച്ചു. പക്ഷേ അങ്ങനെ 8:30-ക്ക് ഡെഡ് ബോഡി ഇവിടുന്ന് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയുടെ അടിസ്ഥാനത്തിൽ അയാൾ വേറൊരു കാരണവുമില്ല ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാ? എന്താ പോലീസുകാർക്ക് മാത്രം വിവരമില്ല? ഏത് കുട്ടികൾക്ക് പോലും അതിപ്പം നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം. ആ കുറ്റത്തിലെ പ്രധാനപ്പെട്ട ഘടകം അതാണ്, ഇമ്മീഡിയറ്റ് കോസ് ഫോർ ദ അബറ്റ്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത് നടന്നിട്ട് വളരെ കൂളായിട്ട് ഒരു തൂങ്ങി മരണം എന്നുള്ള പിന്നെ അസാധാരണമായ മരണം എന്നുള്ള വകുപ്പ് അതല്ലേ? ആ വകുപ്പ് മാത്രമാണ്. അപ്പം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അച്ഛനും അമ്മയും എല്ലാവരും ഇവിടെ വെച്ചിട്ട് 8:30-ക്ക് ശേഷം കണ്ടപ്പം ഇങ്ങനൊരു കാര്യം കണ്ടിട്ടാണ് ഇതെല്ലാം ഉണ്ടായത്. മനം നൊന്ത് അദ്ദേഹം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. നിക്കക്കള്ളിയില്ലാതെ അവസാനം അദ്ദേഹം ആ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചായിട്ടല്ലേ സാമാന്യ ബുദ്ധിയുള്ള ഏറെ ആളുകളും മനുഷ്യകുലത്തിൽ പറഞ്ഞ ഏതാളും അനുമാനിക്കേണ്ടത്. എൻ്റെ സംശയം